എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ആനപ്പാറയുടേതാണ്. മാളയ്ക്കടുത്ത് പുത്തഞ്ചിറയിൽ കൊമ്പത്തുകടവിലാണ് ആനപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ പാറയുമായി ബന്ധപ്പെട്ട് അനവധി ചരിത്ര രേഖകളാണ് പറയപ്പെടുന്നത്. ഒന്ന് ജൈനമത വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മറ്റൊന്ന് വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊമ്പത്തുകടവ് പാറയിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തെക്കുമാറിയാണ് ആനപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിൽ നിന്ന് ശ്രീകൃഷ്ണനെ തേടി ആനന്ദങ്കാടിലേക്ക് യാത്ര പോകുന്ന വഴി ഈ കാട് കണ്ട് ഇത് ആനന്ദങ്കാടെന്ന് കരുതി ഇവിടെ താമസമാക്കി. ഒരു ദിവസം ഇവിടെ കൃഷ്ണൻ പാറപ്പുറത്ത് പ്രത്യക്ഷപ്പെടുകയും ഇവിടെ നിന്ന് തെക്കുമാറി യാത്ര ചെയ്താലാണ് ആനന്ദങ്കാട്ടിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് അരുൾപ്പാട് ചെയ്ത് അപ്രത്യക്ഷനാവുകയും ഉണ്ടായി എന്നൊരു ഐതിഹ്യമുണ്ട്. മറ്റൊരു ഐതിഹ്യം പറയുന്നത് ചേരമാൻ പെരുമാൾ പുത്തനെറിഞ്ഞ് കെട്ടിയുണ്ടാക്കിയ ചെറിയാണ് പുത്തൻചിറയെന്നും ഗ്രാമമെന്നും ചരിത്രത്താടുകളിൽ പറയുന്നു. തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള പ്രകൃതി മനോഹരമായ കാർഷിക ഗ്രാമമായ പുത്തൻചിറയിലെ ചരിത്ര പ്രസിദ്ധമായ ജൈന സംസ്കാരത്തിൻ്റെ അവശേഷിപ്പായി ആനപ്പാറയെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പണ്ടുകാലങ്ങളിൽ ജൈന മതവിശ്വാസികളായ മുനികൾ പാറയിടുക്കുകളെയും ഗുഹകളെയും ക്ഷേത്രങ്ങളാക്കി പ്രാർത്ഥിച്ചിരുന്നു. പശ്ചിമഘട്ടത്തിലെ ആനമലയും ആനമുടിയും ഇവരുടെ ആവാസ കേന്ദ്രമായിരുന്നുവെന്ന് രേഖകൾ പറയുന്നു. ആനപ്പാറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും പാറകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ദീർഘഗോളാകൃതിയിൽ 25 അടി ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന 2 പാറക്കെട്ടുകളാണ് ആനപ്പാറയായി അറിയപ്പെടുന്നത്. ആകർഷകമായ പാറകൾക്ക് പിന്നിലെ ചരിത്രം കൃത്യമായി പഠന വിഷയമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന പാറ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ അധികൃതർ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയുണ്ടായി. നാട്ടുകാരാണ് ആനപ്പാറ സംരക്ഷിച്ചു പോരുന്നത്. ആനപ്പാറ സംരക്ഷണ സമിതി എന്ന സംഘടന രൂപപ്പെടുത്തി അവരാണ് ഇവിടെ വിളക്കുകളെല്ലാം വയ്ക്കുന്നത്. ആനപ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആനയുടെ സമീപത്ത് നിൽക്കുകയാണെന്നെങ്കിൽ നമ്മൾ ആനയെ എങ്ങനെ വീക്ഷിക്കുന്നു അതേ രൂപങ്ങളാണ് ഈ പാറയുടെ പല കോണുകളിൽ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നത്. ആനയുടെ വാല് വരുന്ന ഭാഗത്ത് നിൽക്കുന്നത് പോലത്തെ അവസ്ഥ ഈ പാറയിൽ കാണുന്നുണ്ട്. ആനവാല് നിൽക്കുന്നത് പോലെയുള്ള ദൃശ്യം. അതുപോലെ ആനയുടെ വയറിൻ്റെ ഭാഗം കാണുന്ന പോലെ നമുക്ക് ദൃശ്യത്തിൽ കാണപ്പെടും. ഇത് സംരക്ഷണ സമിതിക്കാർ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണ്. പാറയിൽ എഴുതുവാനോ തുപ്പുവാനോ ഒന്നും പാടില്ല, സ്പർശിക്കുവാനോ പാടില്ല എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാദരക്ഷകൾ ഒഴിവാക്കാനും അവർ പറയുന്നുണ്ട്. ഇവിടെ ആനപ്പാറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി കടഞ്ഞുപോയ വസ്തുക്കൾ തിരികെ ലഭിക്കുമെന്നൊരു വിശ്വാസം കൂടി ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട്. അതിനാൽ കളഞ്ഞു പോവുകയുണ്ടായ സാധനങ്ങൾ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ആനപ്പാറയിൽ വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവ തിരിച്ചു കിട്ടുമെന്ന് ഐതിഹ്യം ഉള്ളതായും വിശ്വാസത്തിൽ വന്നതായും നാട്ടുകാർ രേഖപ്പെടുത്തുന്നു. ഇവിടെ വിളക്ക് വയ്ക്കുവാനായി പ്രത്യേകം ഒരു പീഠം സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാ ദിവസവും നാട്ടുകാർ ഇവിടെ വിളക്ക് വയ്ക്കുന്നതാണ്. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സാഫല്യങ്ങൾ നേടിക്കെടുക്കുവാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഈ ആനപ്പാറയെ സമീപിച്ച് മറ്റൊരു ഐതിഹ്യമുള്ളത് ഈ പാറയിരിക്കുന്ന ഭാഗം കിണറായിരുന്നുവെന്നും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന നേരത്ത് പെട്ടെന്ന് അപ്രത്യക്ഷമായെന്നുമാണ് ഒരു ഐതിഹ്യം പറയുന്നത്. കിണർ അപ്രത്യക്ഷമായപ്പോൾ അവിടെ ഒരു മൂടി പോലെ പാറ വരികയും അതിൻ്റെ മുകളിൽ ഒരു ഉരുണ്ട ശില്പം പോലെ ഈ ആനപ്പാറ വന്ന് സ്ഥാപിക്കപ്പെട്ടതായും ഒരു ഐതിഹ്യമുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട്.
ആനപ്പാറയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഈ ആനപ്പാറയുടെ ബേസിൽ പല നാദങ്ങൾ അനുഭവപ്പെടുന്നതായും പറയുന്നുണ്ട്. ആനപ്പാറയിലെ കല്ല് വെച്ച് നമുക്ക് നാദവ്യത്യാസം ദൃശ്യമാക്കാം.